Hello guys, welcome back to my YouTube channel Prep with Kirtana. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഓഫ് 2, 4 and 8. ക്ലാസ്സിലേക്ക് കടക്കാം. 2ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് വളരെ ഈസിയാണ്. അതിന്റെ വൺസ് പ്ലേസിലുള്ള നമ്പർ 0, 2, 4, 6, 8 ആണെങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ 2 ആണെന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ 1, 3, 4, 8, 0. Ones place ഉള്ള നമ്പർ എന്താണ് 0 ആണ്. So this number is divisible by 2. 1, 3, 2, 7, 9. Ones place ഉള്ള നമ്പർ എന്താണ് 9 ആണ്. അത് ഈ നമ്പറിൽ ഇല്ലല്ലോ. അപ്പോ this number is not divided by 2. അത് divisible അല്ല. 2 കൊണ്ട് divisible അല്ല. ഇനി divisibility test of 4 നോക്കാം. divisibility test of 4 കുറച്ചുകൂടി ഈസി ആണ്. 4 ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. ലാസ്റ്റ് 2 ഡിജിറ്റ് അത് മൾട്ടിപ്പിൾ ഓഫ് 4ഓ അല്ലെങ്കിൽ 00യോ ആയിരിക്കും. ഓക്കെ, ഒരു നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് അത് എടുക്കുക. ആ 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 4ഓ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ 2 ഡിജിറ്റ് എന്തോ ആയിരിക്കും 00 ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ 1, 2, 3, 0, 0. ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താണ് 00 ആണ്. സോ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 4. വേറെ വേസ് ചെക്ക് ചെയ്യാം. 1, 3, 4, 8, 0. ലാസ്റ്റ് 2 ഡിജിറ്റ് 80. 80 ഡിവിസിബിൾ ബൈ 4 ആണല്ലോ. 20 into 4 ആണ് 80. സോ ദിസ് നമ്പർ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 4. 1, 3, 6, 9, 8. ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. 98. 98 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ? അല്ല. സോ ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 4. ഇത് ഡിവിസിബിൾ അല്ല. 1, 3, 6, 2, 4, 8, 2. 82. 82 ഡിവിസിബിൾ ബൈ 4 ആണോ? അല്ല. അതുകൊണ്ട് ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 4. 1, 3, 6, 9, 8, 4, 4. ലാസ്റ്റ് 2 ഡിജിറ്റ് 44. 44 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 into 11 ആണ് 44. അപ്പോ 4ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് പിക്ക് ചെയ്യുക. ആ ഡിജിറ്റ് 4 കൊണ്ടോ അല്ലെങ്കിൽ ആ 2 ഡിജിറ്റ് എന്തായിരിക്കുക 00 ആണെന്നുണ്ടെങ്കിൽ 4 കൊണ്ട് ആ നമ്പർ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറയാം. അല്ലാത്ത കേസിൽ അത് ഡിവിസിബിൾ അല്ല. 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. സിമിലർ ടു ദിസ് ആണ് എന്തിൻ്റെത് 8ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്. നമ്മളിവിടെ 2 ഡിജിറ്റ്സ് ആണ് പിക്ക് ചെയ്തെങ്കിൽ 8ന്റെ കേസ് വരുമ്പോൾ ലാസ്റ്റ് 3 ഡിജിറ്റ് പിക്ക് ചെയ്യുക. 3 ഡിജിറ്റ് പിക്ക് ചെയ്യുന്നു. അതെന്തായിരിക്കണം മൾട്ടിപ്പിൾ ബൈ 8 ആയിരിക്കണം അല്ലെങ്കിൽ 000 ആയിരിക്കണം. ലാസ്റ്റ് 3 ഡിജിറ്റ് 000യോ മൾട്ടിപ്പിൾ ഓഫ് 8 ആണെങ്കിൽ എന്താണ് ആ നമ്പർ ഡിവിസിബിൾ ബൈ 8 ആണെന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ 8000. ഈ നമ്പർ 8ന്റെ ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, കാരണം ലാസ്റ്റ് 3 ഡിജിറ്റ് എന്താണ് 000 ആണ്. സോ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 8. ഇനി 278,000 ഇത് എന്താണ് ഡിവിസിബിൾ ബൈ 8 ആണ്, കാരണം ലാസ്റ്റ് 3 ഡിജിറ്റ് എന്താണ് 000 ആണ്. സോ ദിസ് കേസ് ആൻഡ് ദിസ് കേസ് ഇത് രണ്ടും divisible by 8 ആണ്. ഇനി 1, 3, 6, 9, 8, 0. ഓക്കെ, ലാസ്റ്റ് 3 ഡിജിറ്റ് 980. 980 8ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. സോ ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 8. ഇനി 1, 3, 4, 6, 8. ഓക്കെ, ദിസ് നമ്പർ ഈ നമ്പർ ഡിവിസിബിൾ ബൈ 8 ആണോ? അപ്പൊ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കുക. 8 കൊണ്ട് ഡിവിസിബിൾ ആണോ ഈ നമ്പർ? അല്ല. സോ ദിസ് നമ്പർ ഈസ് ഓൾസോ നോട്ട് ഡിവിസിബിൾ ബൈ 8. അപ്പോ ഇത്ര ഈസി ആയിട്ട് നമുക്ക് 2ന്റെയും 4ന്റെയും 8ന്റെയും ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. 2ന്റെ എങ്ങനെയാണ് വൺസ് പ്ലേസ്ഡ് നമ്പർ 0, 2, 4, 6, 8 ആണെങ്കിൽ ആ നമ്പർ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 4ന്റെ ആണെങ്കിലോ ലാസ്റ്റ് 2 ഡിജിറ്റ് പിക്ക് ചെയ്യുക. അത് 4ന്റെ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 4 ചെയ്യാൻ പറ്റുന്ന നമ്പറോ അല്ലെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 00 ആണെങ്കിലോ ഈ നമ്പർ 4 കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ഡിജിറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8ന്റെ കേസ് എങ്ങനെയാണ് ലാസ്റ്റ് 3 ഡിജിറ്റ് പിക്ക് ചെയ്യുക. ആ ലാസ്റ്റ് 3 ഡിജിറ്റും 000 ആണെങ്കിൽ അത് 8 കൊണ്ട് ഡിവിസിബിൾ ആണ്.
അല്ലെങ്കിൽ 8ന്റെ ഡിവിസിബിൾ ആണ് ആ നമ്പർ എന്ന് പറയാം. അല്ലെങ്കിൽ ആ ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പേഴ്സ് എങ്ങനെയായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 8 അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 8 ചെയ്യാൻ കഴിയുന്ന നമ്പർ ആയിരിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.